ഇന്ന് ഉത്തരേന്ത്യയുടെ പല ഭാഗത്തും കുഴിക്കലാണ്, കുഴിക്കൽ. വാരണാസി ഉസ്താദ് ബിസ്മില്ലാ ഖാൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച ആ സൗഹൃദത്തിന്റെ, സാഹോദര്യത്തിന്റെ ഒരു പ്രതലം. അവിടെ വർഗീയതയുടെ കലാപങ്ങൾ ഉരുണ്ടുകൂടുകയാണ്. ബാബറി മസ്ജിദ് എന്ന് പറഞ്ഞ പോലെ സമ്പലിലെ ബാബറി മസ്ജിദ് എന്ന് വിളിക്കപ്പെടുന്ന സമ്പൽ അവിടെയും കുഴിക്കുകയാണ്. 11 സ്ഥലങ്ങളിൽ. നമ്മൾ എങ്ങോട്ടാണ് കുഴിച്ചിറങ്ങുന്നത്? നമ്മുടെ പൈതൃകം അന്വേഷിച്ച് എങ്ങോട്ടൊക്കെ പോകും? ഞാൻ പാർലമെന്റിൽ പ്രസംഗിച്ച് പറഞ്ഞു, നമ്മളിങ്ങനെ കൂടുതൽ കുഴിച്ചു കഴിഞ്ഞാല് നമ്മൾ എവിടെ എത്തും? പശ്ചിമേഷ്യയിലെത്തും. എന്താ കാരണം? ഇന്ത്യയിലേക്ക് വന്ന നല്ലൊരു ശതമാനം ആൾക്കാര് വർഷങ്ങൾക്ക് മുമ്പ് 5000, 10000 വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറി. ഇവിടെ ചരിത്രം പഠിച്ച ആൾക്കാരുണ്ട്. ഇവിടുന്ന് കുടിയേറി. നമ്മൾ എവിടെ വരെ കുഴിക്കും? ഇന്ത്യയിലുണ്ടായിരുന്ന ബുദ്ധവിഹാരങ്ങളും ജൈന വിഹാരങ്ങളും ഒക്കെ പിന്നീട് ക്ഷേത്രങ്ങളായി മാറിയില്ലേ? എവിടേക്ക് കുഴിക്കും നമ്മൾ? ഈ കുഴിക്കുന്നതൊക്കെ എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഇടയിലുള്ള സാഹോദര്യത്തിന്റെ ആ ഒരു കണ്ണിയെ വിച്ഛേദിക്കാൻ വേണ്ടി. എന്നോട് പലരും ചോദിക്കാറുണ്ട്, എന്തിനാണ് ഈ സംഘ് പരിവാറും ഇന്ത്യയിലെ മാധ്യമങ്ങളും കേരളത്തിലെ മാധ്യമങ്ങളും ഒരുമിച്ച് ചേർന്ന് കേരളത്തിലെ ഇടതുപക്ഷത്തെ ഇതുപോലെ ആക്രമിക്കുന്നതെന്ന്? ഉത്തരം ലളിതമാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ പ്രത്യേകിച്ച് വലിയ ഗവേഷണം നടത്തേണ്ട കാര്യമില്ല. ഈ വിഭജനത്തിന്റെ രാഷ്ട്രീയത്തെ പ്രതിരോധിക്കുന്ന സാഹോദര്യത്തിന്റെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട തുരുത്തുകളിലൊന്നായി കേരളത്തിലെ ഇടതുപക്ഷത്തെ അവസാനിപ്പിച്ചാൽ മാത്രമേ ഈ ആക്രമോത്സുകതയുള്ള വർഗീയതയുടെ രഥയോട്ടത്തിന് കേരളം വിധേയമാകൂ. അതുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷത്തെ ഉന്മൂലനം ചെയ്യണമെന്ന് ഇന്ത്യയിലെയും കേരളത്തിലെയും മാധ്യമങ്ങളും വലതുപക്ഷ സംഘടനകളും ആലോചിക്കുന്നത്. അമിത്ഷാ ഏതാനും മാധ്യമ പ്രവർത്തകരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരോട് പറഞ്ഞു, ഉത്തർപ്രദേശ് എനിക്ക്, അതായത് 80 ലോകസഭാ അംഗങ്ങളെ ഇന്ത്യയിലേക്ക് പ്രദാനം ചെയ്യുന്ന ഉത്തർപ്രദേശ് എനിക്ക് കിട്ടുന്നതിനേക്കാൾ 10 മടങ്ങ് സന്തോഷമായിരിക്കും കേരളം BJPക്ക് കിട്ടിയാൽ. അദ്ദേഹം പറഞ്ഞതാണ്. എന്തിനാണ്? നമ്മൾ 3.5 കോടി വരുന്ന ജനങ്ങളെ ഉള്ളൂ, 20 ലോകസഭാ സീറ്റേ ഉള്ളൂ. ഒരുപക്ഷെ നാളെ ഇവര് മണ്ഡല പുനർനിർണയം നടത്തിയാലും വേണം നമ്മുടെ സീറ്റുകൾ വേണം കുറയ്ക്കും. എന്താ കാരണം? നമ്മളോട് പറഞ്ഞു ജനസംഖ്യ നിയന്ത്രണമൊക്കെ നടത്തണമെന്ന് പറഞ്ഞു. അവരങ്ങോട്ട് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ മുന്നോട്ട് പോയി. ഇപ്പോൾ അവർ പറയുകയാണ് ജനസംഖ്യ അടിസ്ഥാനപ്പെടുത്തി ഞങ്ങൾ മണ്ഡലങ്ങൾ പുനർനിർണയം ചെയ്യും. 2026 കഴിയുമ്പോൾ ഈ പറഞ്ഞ ഡീലിമിറ്റേഷൻ നിയമം കൊണ്ടുവന്ന് നമ്മുടെ ലോകസഭാ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കും. പക്ഷെ എന്നാലും ഈ കൊച്ചു തുരുത്ത് നൽകുന്ന ചില സന്ദേശങ്ങളും, ആ സന്ദേശങ്ങളുടെ പ്രസക്തിയാണ് ഒരുപക്ഷെ ഇടതുപക്ഷത്തെയും കേരളത്തെയും ശിഥിലമാക്കണമെന്നുള്ള ദൃഢപ്രതിജ്ഞ എടുക്കാൻ ഈ BJP പോലുള്ള രാഷ്ട്രീയ സംഘടനകളെ പ്രേരിപ്പിക്കുന്ന ഘടകം. ഹസ്രത് മൊഹാനിയെ പോലുള്ള ആൾക്കാർ ഇന്ത്യൻ ഭരണഘടന എങ്ങനെ ആയിരിക്കണം സമൂഹത്തിൽ ചെലുത്തേണ്ട സ്വാധീനമെന്നുള്ളത് ആലേഖനം ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ ഒരു പ്രത്യേക രാഷ്ട്രീയ സാമൂഹ്യ പരിതസ്ഥിതിയിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കണമെങ്കിൽ പ്രധാനപ്പെട്ട 2-3 ഘടകങ്ങളുണ്ട്. 4 നെടുന്തൂണുകളിലാണ് നമ്മുടെ ജനാധിപത്യം നിൽക്കുന്നത്. എക്സിക്യൂട്ടീവ്, ഗവൺമെന്റ്, 2 പാർലമെന്റ്. പാർലമെന്റ് എന്നുള്ള നെടുന്തൂണിന്റെ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞു. ദോശ ചുട്ടെടുക്കുന്നത് പോലെ നിയമങ്ങൾ ചുട്ടെടുക്കുന്നു. മണിപ്പൂർ പോലുള്ള ഒരു വിഷയം പോലും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. സമ്പൽ വിഷയം ചർച്ച ചെയ്യുന്നില്ല, ചർച്ച ചെയ്യാൻ സമ്മതിക്കുന്നില്ല. 3 ജുഡീഷ്യറി അവസ്ഥയെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. നമുക്കൊരു മുഖ്യ ന്യായാധിപൻ ഉണ്ടായിരുന്നു. ആ മുഖ്യ ന്യായാധിപൻ വിധി പ്രസ്താവം നടത്തുന്ന മുമ്പ് മുകളിലേക്ക് കണ്ണു ഭായിച്ചപ്പോൾ ദൈവം പറഞ്ഞു ഇങ്ങനെ എഴുതണമെന്ന്. അങ്ങനെയാണ് അദ്ദേഹം എഴുതിയത്. അയോധ്യ ന്യായവിധി തയ്യാറാക്കിയ ജഡ്ജിയുടെ പേര് പോലും ഇല്ല. ഇന്ത്യയുടെ ചരിത്രത്തില് അങ്ങനൊരു സംഭവമില്ല. എന്നുവെച്ചാൽ 5 or 6 പേരടങ്ങുന്ന അല്ലെങ്കിൽ 7 പേരടങ്ങുന്ന ഒരു ബെഞ്ചാണ് ഒരു വിധി പ്രസ്താവന നടത്തുന്നതെങ്കിൽ ആ ബെഞ്ചിന് വേണ്ടിയിട്ട് ആരാണ് ആ വിധി തയ്യാറാക്കിയതെങ്കിൽ ആ വ്യക്തിയുടെ പേര് ആ ജഡ്ജ്മെന്റിൽ ഉണ്ടാവും. അതാണ് നമ്മുടെ ജുഡീഷ്യറിയുടെ ഒരു രീതി. ഇനി അഥവാ ആ ബെഞ്ചിലുള്ള മറ്റ് ജഡ്ജിമാർക്ക് അതിനോട് വിയോജിപ്പുണ്ടെങ്കിൽ അവർ വിയോജന ജഡ്ജ്മെന്റ് വിധി പ്രസ്താവം അവരുടെ പേരിൽ അവർ തയ്യാറാക്കും. എന്നാൽ അയോധ്യ വിധി പ്രസ്താവത്തിൽ ഒരു തരത്തിലും ആരുടെയും പേരുകളില്ല. അദ്ദേഹം പിന്നീട് ഒരു അഭിമുഖത്തിൽ പറഞ്ഞു, ഞാൻ മുകളിലേക്ക് നോക്കി ദൈവം എനിക്കൊരു സൊല്യൂഷൻ തന്നു. ഇന്ത്യയിലെ ഓരോ പൗരന്റെയും സൊല്യൂഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമെന്ന് പറയുന്നത് ഭരണഘടന മാത്രമാണ്. ജുഡീഷ്യറിയുടെ ദിശാബോധം എന്ന് പറയുന്നത് ഭരണഘടന നൽകുന്ന ബോധമാണ്, ഭരണഘടന നൽകുന്ന ഉൾക്കാഴ്ചയാണ്. അതുകൊണ്ടായിരിക്കാം
ആ ന്യായാധിപന്മാര് വിധിപ്രസ്താവം നടത്തിയ ശേഷം ഡൽഹിയിലെ ഏറ്റവും പ്രസിദ്ധമായ സമൃദ്ധമായ സമ്പന്നമായ പഞ്ചനക്ഷത്ര ഹോട്ടലായ താജിന്റെ ചേംബേഴ്സിൽ പോയി ഏറ്റവും വിലപിടിപ്പുള്ള എന്താണ് കഴിച്ചത്? വീഞ്ഞ്, വൈൻ, ഏറ്റവും വില കൂടിയ വൈൻ മേടിച്ച് അവർ കഴിച്ചു.